സർക്കാർ രൂപീകരിക്കാൻ വൈകുന്നത് തെറ്റ്. ടി.പി. രാമകൃഷ്ണൻ. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ വൈകുന്നത് തെറ്റാണെന്ന് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. ജനവിധിയോട് നീതി പുലർത്താനുള്ള ബാധ്യത കോൺഗ്രസും UDF-ഉം നിറവേറ്റുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാർ അധികാരത്തിലില്ലെങ്കിലും കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നിർദ്ദേശപ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയനും MV ഗോവിന്ദനുമാണെന്ന വിലയിരുത്തൽ LDF-നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ മൂകാംബിക യാത്രയ്ക്കിടെ NDA നേതാവിനെയും അദാനി ഗ്രൂപ്പ് പ്രതിനിധിയെയും കണ്ടതിനെക്കുറിച്ച് കോൺഗ്രസ് പ്രതികരിക്കണം. ഇത് സംബന്ധിച്ച് പരാതി ഉയർന്നിട്ടും കോൺഗ്രസ് നേതൃത്വം മറുപടി നൽകിയിട്ടില്ലെന്നും ആരോപണത്തിൽ വ്യക്തത വരുത്തണമെന്നും ടി.പി. രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിനു ശേഷം പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നും LDF കൺവീനർ അറിയിച്ചു. CPM ആണ് അത് തീരുമാനിക്കേണ്ടത്. പിണറായി വിജയൻ ആകേണ്ടതില്ലെന്ന് CPI പറഞ്ഞതായി അറിയില്ല. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യം CPI LDF യോഗത്തിൽ ഉന്നയിച്ചിട്ടില്ലെന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. ആശാസമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ആദ്യം ശ്രമിച്ചെങ്കിലും അതിന് തയ്യാറാകാതെ രാഷ്ട്രീയ നീക്കമാണ് സമരക്കാർ നടത്തിയതെന്നും ടി.പി. രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി. അതേസമയം അധികാരത്തിൽ തിരിച്ചെത്തി ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ അന്തിമ തീരുമാനമാകാത്തത് വമ്പൻ ജയത്തിന് മങ്ങലേൽപ്പിച്ചെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു KPCC അധ്യക്ഷന്റെ മറുപടി. വമ്പൻ ജയത്തിന് മങ്ങലേൽപ്പിക്കുന്നതാണ് മുഖ്യമന്ത്രി ചർച്ചയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വെളുത്ത പുക ഉടൻ ഉയരുമെന്നും സണ്ണി ജോസഫ് പ്രതീക്ഷ പങ്കുവച്ചു.